ഹല്ലേലൂയ. 1 തീമോഥെയോസ് 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനം ശബ്ദമുയർത്തി വായിക്കാം. വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പ് പ്രബോധിപ്പിക്കുന്നു. ശുദ്ധ പൗലോസ് തീമോഥെയോസിനോട് പറയുക, നീ രാജ്യത്തിലുള്ളായിരിക്കുന്നതായ സകല രാജാക്കന്മാർക്കും സകല ഭരണാധികാർക്കും അവർക്ക് അപേക്ഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന്. പ്രാരംഭത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ നാടെന്നറിയപ്പെടുന്നതായിരിക്കുന്നതായ കേരളത്തിൽ വീണ്ടും ഒരു തുടർ ഭരണം നമ്മുടെ ആദരണീയനും ബഹുമാനീയനുമായിരിക്കുന്നതായ മുഖ്യമന്ത്രി സാർ അവർക്ക് നൽകുവാനിടയായി ഇന്ന് 3:30 മണിയോടുകൂടെ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്നതായ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ളതായിരിക്കുന്നതായ ഏകദേശം 3 കോടി ജനതയോളം ഭരിക്കത്തക്കായ നിലകളിൽ ഒരു പരിപാലന ഭരണം ധനവാൻ മുതൽ ദരിദ്രൻ വരെയുള്ളതായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കഴിഞ്ഞ നാളുകളിലെ പോലുള്ളതായിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്നതായ ഒരു പരിപാലന ഭരണം നമ്മുടെ മുഖ്യമന്ത്രി സാർ പിണറായി വിജയന്റെ സാറിന്റെ നേതൃത്വത്തിൽ ഭരണ അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്ന ഭരണത്തിനായി പ്രാരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. അതിയായ സന്തോഷമുണ്ട്. സുവിശേഷീകരണത്തിനും ദൈവസഭകൾക്കും ദൈവമക്കൾക്കും അനുകൂലമായിരിക്കുന്നതായ ഒരു ഭരണം ഒന്നിനും കുറവില്ലാത്തതായിരിക്കുന്ന നിലകളിൽ സർവശക്തനായ ദൈവം നമ്മുടെ ഭരണാധികർത്താക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ. ആ ടീമിനെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. അതിനായി നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം എല്ലാവരും. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭരണാധികാരികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ മുഖ്യമന്ത്രി സാറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവാദവിടങ്ങളിൽ മറ്റുള്ളതായിരിക്കുന്നതായ ഔദ്യോഗിക വൃന്ദങ്ങളിലായിരുന്നു കൊണ്ട് കേരളീയ ഭരണത്തെ നടത്തുന്നതായിരിക്കുന്നതായ മന്ത്രിമാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമത്വ സുന്ദര സ്വരൂപമായിരിക്കുന്നതായ ഒരു ഭരണമവർ കാഴ്ചവെക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. പരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവിന്റെ പൊന്നു കരങ്ങളിലേക്ക് ദൈവത്തിന്റെ നാടെന്നറിയപ്പെടുന്നതായിരിക്കുന്നതായ ഞങ്ങളുടെ കേരളക്കരയെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ സായാഹ്ന വേളയിൽ 3:30 മണിയോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്നതായ ഒരു ഭരണം 5 വർഷക്കാലം ചെയ്തെടുക്കേണ്ടതിന് വേണ്ടി കർത്താവ് ആദരണീയ ബഹുമാനീയമായിരിക്കുന്നതായ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 20 ഭരണകർത്താക്കളെ എടുത്തിരിക്കുന്നു. ഒന്നിനും കുറവില്ലാതെ വണ്ണം അനുഗ്രഹിക്കപ്പെടുന്നതായ നിലകളിൽ അവരായിരിക്കുന്നതായ എല്ലാ
സസ്തിയെയും അനുഗ്രഹപൂർവമായി ചെയ്തെടുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ റെഡിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പ്രധാനിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും അറിവും വേഗവും എല്ലാം ദൈവാത്മാവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായിരിക്കുന്നതായ ദൈവ സാന്നിധ്യത്താൽ ഉദാരിക്കുന്ന ഒരു ഭരണമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ റെഡിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ കർത്താവേ, അല്ലാഹുവിന്റെ നാമത്തിൽ 3 നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭരണത്തിലേക്ക് കടന്നു വന്നായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെ, എല്ലാ മന്ത്രിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം ദൈവാത്മാവിനെ ശുദ്ധീകരിക്കണം. കർത്താവ് ബലപ്പെടുത്തണം. അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന നല്ല ഒരു ഭരണത്തിനായി പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ച അവരെല്ലാം കർത്താവേ അങ്ങയുടെ നാമം ചൊല്ലി അവിടെ അനുഗ്രഹിക്കുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവിടുത്തെ അഭിഷക്തനായിരിക്കുന്ന അടിയൻ പ്രാർത്ഥിച്ചവരെ അവിടെ അനുഗ്രഹിച്ച് ആസ്വദിക്കുകയാണ്. അനുഗ്രഹപൂർവമായി തീരുവാൻ ദൈവമിടയാക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ രാത്രികാലം അല്പസമയം ദൈവവചനത്തിൽ നിന്നും ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനായി വിശുദ്ധ തിരുവചനത്തിൽ നിന്നും വെളിപ്പാട് പുസ്തകം 11ാം അധ്യായം അതിന്റെ 15ാമത്തെ വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന സ്വർഗത്തിൽ നിന്നും ഒരു മഹാഘോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 12ാം അധ്യായം 28ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12ാം അധ്യായം 28ാമത്തെ വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോട് ഭയത്തോടും കൂടെ സേവ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2ാം അധ്യായം അതിന് 44, 45 ഈ തിരുവചനങ്ങൾ വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കുക. അതോ ഈ രാജ്യത്വങ്ങളെയൊക്കെ തകർത്ത് നശിപ്പിക്കുകയും 45 വായിച്ചോ. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്നും പറന്നു വന്ന ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളതും രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവും ആകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അല്പസമയം നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ഭരണത്തിൻ്റെ ആരംഭം എപ്പോഴായിരുന്നു? ഈ ഭരണങ്ങളുടെ അവസാനം എപ്പോൾ എന്നുള്ളതായിരിക്കുന്ന 2 ചിന്തകൾ ഇന്ന് രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ
രാത്രികാലം ചിന്തിപ്പാൻ കർത്താവിൽ ശ്രമപ്പെടുകയാണ് എന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ, എൻ്റെ കുടുംബം ഇവിടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ 11-ാമത്തെ ദിവസവുമായിരിക്കുന്നു. അവിടെയും പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും പ്രാരംഭത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവവചന ചിന്തയ്ക്കായിട്ട് കടന്നു വരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭരണത്തിന്റെ ആരംഭം എപ്പോൾ? ഈ ഭരണങ്ങളുടെ അവസാനം എപ്പോൾ എന്നായിരിക്കുന്ന ഒരു ചിന്തയുമായിട്ടാണ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പാകെ ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭരണത്തെ കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുമ്പോൾ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് ഭരണങ്ങളെ നമുക്ക് കാണുവാനിടയാകും. ഒന്ന്, ദൈവിക ഭരണം. രണ്ട്, സാത്താനിക ഭരണം. മൂന്ന്, മാനുഷിക ഭരണം. ഇങ്ങനെ 3 ഭരണങ്ങളെ നമുക്ക് കാണുവാനിടയാകും. സ്തോത്രം. ദൈവിക ഭരണങ്ങളെ കുറിച്ചാണ് പ്രാരംഭത്തിൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഭരണം പരിപാലന ഭരണമാണ്. ദൈവം ഭരിക്കുന്നത് ആജ്ഞയാലല്ല. പിന്നെയോ ദൈവത്തിന്റെ ഭരണം പരിപാലന ഭരണമാണ്. പരിപാലിച്ചുകൊണ്ടാണ് ദൈവം ഭരിക്കുന്നതെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കാണുവാനിടയാകും. ആരാണ് ദൈവം? ആരോട് സദൃശൻ? അവന്റെ ആരംഭം എവിടെ? ആരെങ്കിലും അവനെ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? ആർക്കറിയാം? നാം എല്ലാം വെറും സൃഷ്ടികൾ മാത്രമല്ലേ. സൃഷ്ടിതാവ് ആരാ? സൃഷ്ടിതാവ് എവിടെ? അവന്റെ സിംഹാസനം എവിടെ? എന്തൊക്കെ ചോദിക്കുകയാണെന്ന് രാത്രികാലം. വേഷത്തിന്റെ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എംഗൽസിന്റെ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കുക്കുചാമയുടെ, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടിന്റെ, രാമകൃഷ്ണ പരമഹംസരുടെ, ഗുരുനാനാക്കിന്റെ, അംബേദ്കറുടെ, ശ്രീനാരായണ ഗുരുവിന്റെ, മന്നത്ത് പത്മനാഭന്റെ, ശ്രീമാൻ അയ്യങ്കാളിയുടെ ഒക്കെയും കൃതികൾ നമ്മൾ പഠിച്ചാൽ ഇവർക്കാർക്കും അചഞ്ചലനായ ദൈവമെന്ന വ്യക്തിത്വത്തെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഇവിടെ ഗ്രന്ഥങ്ങൾക്ക് ഹല്ലേലൂയ അചഞ്ചലനായ ദൈവത്തെ അവതരിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ സത്യവിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ ആദ്യത്തെ താളിൽ ആദ്യത്തെ വാക്യത്തിൽ ആദ്യത്തെ വാക്കിൽ തന്നെ അചഞ്ചലനായ ദൈവമെന്ന വ്യക്തിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സത്യവിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്. ആദിയിൽ എന്താണ് ആദി? ആദിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനാദിയുടെ അവസാനമാണ് ആദി. ആദിയുടെ ആരംഭമാണ് അനാദി. സ്തോത്രം. ഈ അനാദിയിൽ ദൈവമുണ്ടായവനല്ല, ദൈവത്തെ ആരും ഉണ്ടാക്കിയവനല്ല. ദൈവം ഉണ്ടായിരുന്നവനായ ദൈവമാണ്. എപ്പോൾ? അനാദിക്ക് മുമ്പ് ഉണ്ടായിരുന്നവനായ ദൈവം.
എന്ന് ഒരു വേദ പഠിതാവിന് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ഉണ്ടായിരുന്നവനായ ദൈവം ദൈവത്തിന് ഒരു സിംഹാസനം താൻ സൃഷ്ടിക്കുവാൻ പോകുന്നതായ തൻ്റെ വായിലെ ശ്വാസത്താൽ കൊണ്ട് ഉളവാക്കുവാൻ പോകുന്നതായിരിക്കുന്ന സകല ചരാചരങ്ങളെ, സകല ഗോളങ്ങളെ, സകല ഗോള നിവാസികളെ ഹല്ലേലൂയ പരിപാലിച്ച അവരെ ഭരിക്കേണ്ടതിന് വേണ്ടി, അവിടെ മേൽ ഭരണകർത്താവായിരിക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ ഉണ്ടായിരുന്നവനായ ദൈവം ആദ്യമായി പുരാതനകാല നിത്യത സൃഷ്ടിപ്പാനിടയായി. പുരാതനകാല നിത്യതയിൽ നിത്യ സിയോനിൽ സർവശക്തനായ ദൈവം, ഏകനായ ദൈവം ദൈവത്തിനൊരു സിംഹാസനം ഉണ്ടാക്കുവാനിടയായി. തൻ്റെ വായിലെ ശ്വാസത്താൽ ദൈവമാദ്യം സൃഷ്ടിക്കുന്നത് പുരാതനകാല നിത്യതയിൽ അഥവാ നിത്യ സിയോനിൽ ദൈവത്തിനൊരു സിംഹാസനം സൃഷ്ടിച്ച തൻ്റെ വായിലെ ശ്വാസത്താൽ ഉളവാക്കുവാനിടയായി. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ആദ്യ ഭരണകർത്താവായിരിക്കുന്ന ഏകനായ ദൈവം, ഉണ്ടായിരുന്നവനായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ഹല്ലേലൂയ തൻ്റെ മുകളിലോട്ട് അഥവാ പുരാതനകാല നിത്യതയുടെ നിത്യ സിയോന്റെ അഥവാ ദൈവിക സിംഹാസനത്തിന്റെ മുകളിലേക്ക് ഒരു ഹല്ലേലൂയ ആ സൃഷ്ടിപ്പല്ല നടത്തിയത്. പിന്നെ എന്തിയാണ്? ഹല്ലേലൂയ സർവശക്തനായ ദൈവവും സർവവ്യാപിയായിരിക്കുന്നവനായ ദൈവവും സർവജ്ഞാനിയായിരിക്കുന്നവനായ ദൈവം ഹല്ലേലൂയ അനാദിയിൽ പുരാതന കാലമേ ഹല്ലേലൂയ ഉണ്ടായിരുന്നവനായ ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് അഥവാ പുരാതന കാല നിത്യതയിൽ നിന്ന് നിത്യ സിയോനിൽ നിന്ന് ദൈവം താഴോട്ട് തന്റെ സൃഷ്ടി ആരംഭിപ്പാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. പുരാതനകാല നിത്യത അഥവാ പുരാതനകാല സ്വർഗാദി സ്വർഗത്തിൽ നിന്നും ദൈവം താഴോട്ട് തൻ്റെ സൃഷ്ടിപ്പ ആരംഭിപ്പാനിടയായി എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നു. പുരാതനകാല നിത്യതയിൽ ഹല്ലേലൂയ സ്വർഗാദി സ്വർഗത്തിൽ ആ നിത്യ സിയോനിൽ അതാ ദൈവം സൃഷ്ടിച്ചതിന്റെ ശേഷമായിട്ട് സർവശക്തനായ ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത് 9 വിധ രത്നങ്ങളെ കൊണ്ട് ലൂസിഫറിനെ ദൈവം സൃഷ്ടിപ്പാനിടയായി. ഹല്ലേലൂയ. സൺ ഓഫ് മോർണിംഗ് ചിറക് വിടർത്തുന്നതായ കെരൂബായിരിക്കുന്നതായ ലൂസിഫറിനെ സർവശക്തനായ ദൈവം സൃഷ്ടിച്ച ആ ആക്കി വെക്കുവാനിടയായി ദൈവിക സിംഹാസനത്തിന്റെ കീഴിൽ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ പുരാതന കാല നിത്യതയിൽ നിത്യ സിയോനിൽ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ലൂസിഫറിനെ സൃഷ്ടിച്ചാക്കുവാനിടയായി. അതിന്റെ ശേഷം സർവശക്തനായ ദൈവം സാറാബുകളെയും കെരൂബുകളെയും പുരാതനകാല നിത്യതയിൽ സൃഷ്ടിച്ച ആക്കുവാനിടയായി. അതിന് ശേഷമായിട്ട് സ്വർഗം, അതിന് ശേഷമായിട്ട് നക്ഷത്രമണ്ഡലം, ആകാശമണ്ഡലം, വീണ്ടും ഹല്ലേലൂയ പുരാതനകാല സ്തോത്രം. അപ്പോൾ പുരാതനകാല നിത്യതയിലായിരുന്നവനായ ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗവും പുരാതന
സ്വർഗവും ആകാശമണ്ഡലങ്ങളിലും ഹല്ലേലൂയ ഈ ഗാലക്സികളിലൂടെ യാത്ര ചെയ്യുന്നതായിരിക്കുന്നതായ അദൃശ്യമായിരിക്കുന്നതായ സകല ഗോളങ്ങളെയും അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിലൊക്കെ ഓരോരോ സൂത്രമിണക്കേണ്ടതിന് വേണ്ടി ഓരോ ഗോളങ്ങളിലും സർവശക്തനായ ദൈവപുത്രന്മാരെയും ദൂതന്മാരെയും സറാഫുകളെയും കെരൂബുകളെയും ഹല്ലേലൂയ അജ്ഞാത ജീവികളെയും ദൈവം സൃഷ്ടിച്ച ആക്കി വെക്കുവാനിടയായി. ഇന്ന് വാനഗോള ശാസ്ത്ര ഗവേഷണ നിരീക്ഷകന്മാർ കണ്ടിട്ടില്ലാത്തതായ കണ്ടുപിടിച്ചിട്ടില്ലാത്തതായിരിക്കുന്നതായ ഗോളങ്ങൾ വരെയും ആ ഗോളങ്ങളിലും ഇന്നെന്തിയാണ് ദൈവത്തിന്റെ ആദർശ ജീവികൾ ഹല്ലേലൂയ ആദർശവാസികൾ പാർക്കുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ ഒരു വേദപഠിതാവിന് ആത്മാവിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവസന്നിൽ അതിന്റെ ശേഷമായിട്ട് അവസാനമായി ദൈവതിയാണ് പുരാതനകാല ഭൂമിയെ സൃഷ്ടിപ്പാനിടയായി. സദൃശ്യവാക്യം 8-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് ലൂസിഫർ അഥവാ സൺ ഓഫ് മോർണിംഗ്, ചിറക് വിടർത്തുന്ന കെരൂബായിരിക്കുന്നതായ 9 വിധ രത്നങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കുന്നതായ ലൂസിഫർ പറയാണ് എന്തിയാണ് ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. പുരാതനകാല നിത്യതയിൽ ദൈവം ഏകനോ അവിടെ തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുന്നില്ല. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ അവിടെ കാണുന്നില്ല. എന്നാൽ അവിടെ പറയാണ് ഭൂമിക്കടിസ്ഥാനമിട്ടപ്പോൾ എന്തിയാണ് നക്ഷത്രങ്ങളെല്ലാം ആർത്തു എന്നാ വായിക്കുന്നത്. സ്തോത്രം. ദൂതന്മാരെല്ലാം ആർക്കുവാനിടയായി. സദൃശവാക്യം 8-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയാണ് എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. പലരും ഇത് വാദിച്ച് പറയാറുണ്ട്, എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നുവെന്ന്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് പലരും അത് വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ എന്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെയല്ല. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞത് അത് ലൂസിഫറാണ്. കാരണമെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്, ഏകത്വമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടി ആയിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. അതോ ഒരു ബഹുമായ സംഖ്യയാണ് കാണുവാനിടയാകുന്നത്. അതുമല്ല യേശു ക്രിസ്തു എന്നതായ പേരും നാമകരണവും ഈ ഭൂമിയിലുള്ളതായിരിക്കുന്നതായ ജനവർഗം അറിയുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 2020 വർഷക്കാലം മാത്രമേ ആയിട്ടുള്ളൂ. എന്റെ പഠിപ്പിക്കലും ഞാൻ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നതും ആ പുരാതനകാല ഭൂമിയിൽ അദൃശ്യ മനുഷ്യരായിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ദേഹിയില്ലാത്ത ആത്മാവ് ആയിരിക്കുന്നതായ മനുഷ്യവർഗം പുരാതനകാല ഭൂമി. ഈ പുരാതനകാല ഭൂമി എന്ന് പറഞ്ഞാൽ പുരാതനകാല നിത്യതയോടും പുരാതനകാല ഭൂമിയും ഇത് ഒന്നിച്ചു കിടക്കുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. അതിനൊരു തെളിവ് ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പുരാതനകാല ഭൂമിയാണ് കാണുവാൻ ഇടയാകുന്നത്. എന്നാൽ ഭൂമി
ശാപഗ്രഹസ്ഥമായതിന്റെ ശേഷമായിട്ട് ഭൂമിക്ക് വീണ്ടും 6 പ്രതലങ്ങൾ നമുക്ക് കാണുവാനിടയാകും. അഥവാ ഭൂമിയും അതിൽ നിവാസികളും എന്നതായിരിക്കുന്നതായ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനിടയാകുന്നത് പുരാതനകാല ഭൂമിയിലെ നിവാസികളായിരുന്നു അസ്ഥിയും മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്ന ഹല്ലേലൂയ ആ ദൂതന്മാർക്ക് തുല്യമായിരിക്കുന്ന അദർശ്യ ജീവിയായിരിക്കുന്നതായ അദർശ്യ മനുഷ്യരെന്ന് കാണുവാനിടയാകുന്നത്. ഭൂമി പുരാതനകാല ഭൂമി പാഴ്ശൂന്യമായി തീർന്നപ്പോഴും എന്ത് ചെയ്യാണ്? ആ ഭൂമിയിലെ നിവാസികളാണ് ദുരാത്മാക്കളായിട്ട് തീരുവാനിടയാകുന്നത്. ആ പാഴ്ശൂന്യമായിരിക്കുന്ന ഭൂമിയിൽ വെട്ടേറ്റു വീണതായിരിക്കുന്ന സ്തോത്രം അവിടെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശ്രമപ്പെടുകയാണ്. അഥവാ പുരാതനകാല ഭൂമിയിൽ മനുഷ്യവർഗമുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യവർഗത്തിന് അസ്ഥിയില്ലായിരുന്നു, മജ്ജയില്ലായിരുന്നു, മാംസമില്ലായിരുന്നു. ദൂത തുല്യമായിരിക്കുന്ന മനുഷ്യവർഗമായിരുന്നു. അതാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ ഹല്ലേലൂയ സദൃശവാക്യം 8-ാം അധ്യായത്തിൽ അതിനവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ പ്രബോധം മനുഷ്യപുത്രന്മാരോടുകൂടെയായിരുന്നു. എന്നാൽ ഈ അഖിലാണ്ടഗോളങ്ങളെയെല്ലാം സൃഷ്ടിച്ച അതിലൊക്കെ ദൂതന്മാരെ, സറാഫുകളെയും കെരൂബുകളെയും ദൈവപുത്രന്മാരെ ഹല്ലേലൂയ അദർശ്യ ജീവികളെ സൃഷ്ടിച്ചിട്ട് സിംഹാസനത്തിൽ ഇരുന്ന പരിപാലന ഭരണം നടത്തുന്നതായിരിക്കുന്ന ഭരണത്തിന്റെ ആരംഭത്തിങ്കൽ ഹല്ലേലൂയ പുരാതനകാല നിത്യതയിൽ ഏകനായ ദൈവം ആയിരുന്നു കൊണ്ട് ഭരണം നടത്തുമ്പോൾ ദൈവം പറയാണ്, എന്റെ സ്വർഗം എന്റെ സിംഹാസനമാണ്, എന്റെ പാദവീട് പുരാതനകാല ഭൂമിയില, ആദിമ ഭൂമിയിലല്ല ദൈവത്തിന്റെ വാദമടിയിരിക്കുന്നത്. ശാപഗ്രഹസ്ഥമായി തീർന്നതായ ഭൂമിയിലല്ല. പിന്നെ എന്തിയാണ്? ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവം ഹല്ലേലൂയ പാദം ചവിട്ടിരിക്കുന്നത് ഹല്ലേലൂയ പുരാതനകാല നിത്യതയോട് പറ്റി നിൽക്കുന്നതായ പുരാതനകാല നിത്യതയ്ക്കുള്ളിലായിരിക്കുന്നതായ പുരാതനകാല ഭൂമിയിലാണ് ദൈവത്തിന്റെ ഹല്ലേലൂയ പാദപീഠം അവൻ കാൽ കുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് സ്വർഗ്ഗവും ഭൂമി എന്റെ പാദപീഠവുമാക്കുന്നു. ദൈവത്തിന്റെ ഭരണം നിത്യതയിൽ ഏക ഭരണമാണ്. സ്തോത്രം. ഇവിടെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉപമന്ത്രിമാരും ഇല്ലെങ്കിൽ ഭരണം ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. ദൈവമേകനാണ്. സകല സൃഷ്ടിയുടെയും ആരംഭമായിരിക്കുന്നതായ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഭരണത്തിന്റെ പ്രാരംഭത്തിൽ സിംഹാസനത്തിരുന്നു കൊണ്ട് ഭരണം ആരംഭിപ്പാനിടയായി. പുരാതന കാല നിത്യതയുടെ ഭരണം നമുക്ക് കാണുവാനിടയാകും. സ്തോത്രം. ആ ഭരണത്തിൽ സർവശക്തനായ ദൈവം മറ്റുള്ളതായിരിക്കുന്ന ഗോളാന്തര ഗോളങ്ങളിലെല്ലാം കടന്നു ചെല്ലുവാനും സറഫുകളുടെയും കെരൂബുകളുടെയും ദൂതന്മാരുടെയും ഹല്ലേലൂയ ദൈവപുത്രന്മാരുടെയും അദർശ്യ ജീവികളുടെയും ഒക്കെ അടുത്ത് കടന്നു ചെന്ന് ദൈവദാസനിൽ എന്തിയാണ് അവരുടെ ആരാധന ലീഡറായിട്ട് അവരെ പരിപാലിച്ചു ഭരിക്കേണ്ടതിന് വേണ്ടി അവരുടെ ചുമതലകളെ നോക്കേണ്ടതിന് വേണ്ടി ദൈവം എന്തിയാണ് ഒരു ലീഡറെ ആക്കി വെക്കുവാനിടയായി. അവിടെ ഭരണകർത്താവ് മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷമില്ല. ഭരണകർത്താവ് ആഭ്യന്തരം ഭരിക്കുന്നതായ അതുപോലെ തന്നെ ഹല്ലേലൂയ ആ സകലവിധമായിരിക്കുന്നതായ പുരാതനകാല ഗോളങ്ങളിലും ആ നിവാസികളിൽ ഭരിക്കുന്നതായ ആഭ്യന്തരം ഹല്ലേലൂയ പുരാതനകാല നിത്യതയുടെ ഭരണകർത്താവായിരിക്കുന്നതായ കർത്താവല്ല, ദൈവമല്ലാതെ മറ്റാരുമില്ല. ദൈവത്തിന്റെ കീഴിൽ ഭരണം ആരംഭിക്കുക ഭരണകർത്താവായിട്ട്. സ്തോത്രം. എന്നാൽ ലീഡറായി ദൈവം വെച്ചിരുന്നതായിരിക്കുന്ന ലൂസിഫറിന് സ്തോത്രം സർവശക്തനായ ദൈവം ഗോളാന്തര ഗോളങ്ങളിലും അതിൽ നിവാസികളിലൊക്കെ അടുത്ത് കടന്നു ചെല്ലുവാനും ദൈവം എന്ത് ചെയ്യാണ്?
പ്രൈസ് ഒരു വാഹനങ്ങൾ നൽകുവാനിടയായി. അത് ദൈവത്തിൻ്റെ വചനം പറയുന്ന അഗ്നിമരഥമാണ്. അവൻ്റെ പാർപ്പിടം, ഹല്ലേലൂയ, അവൻ്റെ വാസസ്ഥലം പ്രൈസ് പറയുന്നുണ്ട്. എന്നാൽ അവൻ ഗോളങ്ങളിൽ മുഴുവനും യാത്ര ചെയ്ത സഞ്ചരിച്ച ദൈവപുത്രന്മാരെയും ദൈവദൂതന്മാരെയും ഹല്ലേലൂയ അജ്ഞാത ജീവികളെയും ഹല്ലേലൂയ എല്ലാവരെയും എന്ത് ചെയ്യാണ്? ഒരു പറ്റം അവൻ്റെ വശത്താക്കുവാനിടയായി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ വാഹനത്തിൽ കയറി, അഥവാ അഗ്നിമരഥങ്ങളിൽ കയറി അവൻ എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ, ഭരണകർത്താവ് കാൽക്കുത്തിയിരിക്കുന്നതായിരിക്കുന്ന പുരാതനകാല ഭൂമിയിലും വന്നിറങ്ങുവാനിടയായി. പുരാതനകാല ഭൂമിയിൽ വന്നിറങ്ങിയിട്ട് അവിടെ വസിക്കുന്നതായിരിക്കുന്ന അസ്ഥി മജ്ജ മാംസവും ഇല്ലാത്തതായിരിക്കുന്ന ദൂതന്മാർക്ക് തുല്യമായിരിക്കുന്നതായ മനുഷ്യവർഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ലീഡറിന് എന്ത് ചെയ്യാണ്? ഒന്ന് ഭരിച്ചാൽ കൊള്ളാമെന്നുള്ളതായിരിക്കുന്നതായ വലിയൊരു ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ ഗർവമുണ്ടാകുവാനിടയായി, അഹങ്കാരമുണ്ടാകുവാനിടയായി. കാരണം എന്ന് ചോദിച്ചാൽ ദൈവം എന്ത് ചെയ്യാണ്? പുരാതന കാലം നിത്യതയിൽ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഓളാന്തര ഗോളങ്ങളിലെല്ലാം കടന്നു ദൈവസനിൽ അവിടെ ഉള്ളായിരിക്കുന്ന ജനത്തെ, അവിടെ ഉള്ളായിരിക്കുന്നതായ ദൂതന്മാരെ, സാറാപ്പുകളെ, കെരുബുകളെ, അജ്ഞാത ജീവികളെ ഒക്കെ ലീഡറായി ആരാധിപ്പിക്കുകയും ചെയ്യുന്നവനായ ഈ ലൂസിഫർ ആ പുരാതനകാല ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്യാണ്? സകല ഗോളങ്ങളും ഗോളവാസികളും ഇവന്റെ പക്ഷം നിൽക്കുമെന്നതായിരിക്കുന്നതായ ആ അഹങ്കാരത്താൽ ഹല്ലേലൂയ ആ ലൂസിഫർ പറയാണ്, ലീഡർ ഭരണാധികാരിയല്ല, പ്രതിപക്ഷമല്ല, ലീഡർ ദൈവം വ്യാക്കി വെച്ചതായ ലീഡർ പറയാണ്, ഞാൻ എന്തിയാണ്? ആകാശമണ്ഡലങ്ങൾക്ക് മീതെ കയറും. അവൻ എൻ്റെ അഗ്നിമരഥത്തിൽ കയറിയിട്ട് പറയാണ്, എന്ത് ചെയ്യാണ്? ആകാശം മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, നക്ഷത്രങ്ങളുടെ മേൽ, സ്വർഗത്തിൻ്റെ മേൽ, പുരാതന നിത്യതയിൽ സിയോന്റെ മേൽ ആദ്യ ഭരണാധികാരിയായിരിക്കുന്നതായ അല്ലെങ്കിൽ ഉണ്ടായിരുന്നവനായ ദൈവം സ്ഥാപിച്ചതായ സിംഹാസനത്തിന് മേൽ, അവന്റെ ഇരിപ്പിടത്തിന് മേൽ, അതുക്കുമേൽ ഞാൻ എന്ത് ചെയ്യാൻ? എൻ്റെ സിംഹാസനം വെച്ച വാണരുളുമെന്നുള്ളതായിരിക്കുന്നതായ ഗർവം, അഹങ്കാരം അവന്റെ ഹൃദയത്തിൽ കയറുകയും അവനെന്ത് ചെയ്യാണ്? ഭൂമിയിൽ നിന്നും അവൻ്റെ അഗ്നിമരഥത്തിൽ കുതിച്ചുയർന്നു. പുരാതന കാല നിത്യതയുടെ താഴെ കടന്നു വന്നപ്പോൾ, സ്വർഗത്തിൽ കടന്നു വന്നപ്പോൾ, സ്വർഗത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ വായിക്കുന്നതാണ് ഹെബ്രിയേലും മീഖേലും അവനുമായിട്ട് യുദ്ധമുണ്ടാകുക മാത്രമല്ല, ദൈവത്തിന്റെ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. ആ വചനം മുറിക്കുന്ന വചനമാണ്. എങ്ങനെ മുറിക്കുന്നു? അസ്ഥികളെയും മജ്ജകളെയും പ്രാണനെയും ആത്മാവിനെയും തുളച്ച് കയറി ചെന്നായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വാളുകൊണ്ട് ലൂസിഫറിനെ വെട്ടി. സ്തോത്രം. വെട്ടേറ്റതായിരിക്കുന്നതായ ലൂസിഫർ നോട് സർവശക്തനായ ദൈവം ഭരണാധികാരി ചോദിക്കുക, ദൈവസന്നിധിയിൽ വെട്ടേറ്റ് വീണതായിരിക്കുന്നതായ ഈ ലൂസിഫറിനോട്, ലീഡറിനോട് ചോദിക്കുക, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? സ്തോത്രം. മൂന്നിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഭൂമിയിൽ, രണ്ട് ഭാഗം ആകാശമേഘങ്ങളിൽ. സ്തോത്രം. വെട്ടേറ്റു വീണതായിരിക്കുന്നതായ ലൂസിഫർ സാത്താനായി തിരുവാനിടയായി. അപ്പോൾ അന്ന് മുതലാണ് ഒരു പ്രതിപക്ഷമുണ്ടാകുന്നത്. അവൻ സാത്താനിക ദൂതനായി തീർന്നു, അവൻ സാത്താനായി തീർന്നു.
അവൻ്റെ പക്കൽ വാരിക്കുന്നതായ സാത്താനിക ദൂതന്മാരുമായി എന്തിയാണ് ദൈവത്തോട് മത്സരിപ്പാൻ തുടങ്ങി. പ്രതിപക്ഷം ഉണ്ടാകുവാനിടയായി. ദൈവം എന്തിയാണ് പുരാതന കാല ഭൂമിയിൽ ആയിരിക്കുന്നതായ ദുരാത്മാക്കള അവർ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയെ സർവശക്തനായ ദൈവം വെള്ളത്തിലിട്ട സ്നാനപ്പെടുത്തി കഴുകി ശുദ്ധീകരണം പ്രാപിച്ചെടുക്കേണ്ടതിന് വേണ്ടി കോടി വർഷങ്ങൾ ഈ ഭൂമി എന്തിയാണ് പാഴ് ശൂന്യമായി വെള്ളത്തിന്മേലായിരുന്നു. ദൈവത്തിന്റെ ഭരണം പരിപാലന ഭരണമായിരിക്കുന്നത് കൊണ്ടാ, ആജ്ഞയുടെ ഭരണമല്ലാത്തത് കൊണ്ടാ, ഹല്ലേലൂയ, പരിപാലിക്കുന്ന ഭരണമായിരിക്കുന്നത് കൊണ്ടാ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിപ്പാനിടയായി. ദൈവം എന്തിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? പാർപ്പിനെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഭൂമി പാഴിൽ ശൂന്യമായി തീർന്നപ്പോൾ എന്റെ ദൈവം അതിനെ കൈവിട്ടില്ല. ഭരണാധികാരി അതിനെ കൈവിട്ടില്ല. ഭരണാധികാരി എന്തിയാണ് ആ ഭൂമിയെ പരിപാലിപ്പാനിടയായി. സിംഹാസനത്തിലായിരുന്നു കൊണ്ട് ഏകൈക ഭരണാധികാരി പരിവർത്തിച്ചുകൊണ്ട് നാരിക്കുന്ന ആ ഭൂമിയെ വീണ്ടും പുനരുദ്ധരിച്ചെടുത്തിട്ട് സർവശക്തനായ ദൈവം ആ ആദിമ ഭൂമിയിൽ സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആ ശാപഗ്രഹസ്ഥമായിരിക്കുന്ന ഭൂമിയെ പുനരുദ്ധരിച്ചെടുത്തിട്ട ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന് തുടർ ഭരണം തുടങ്ങേണ്ടതിന് വേണ്ടി പരിപാലനത്താൽ ഭരിക്കുന്നവനായ ദൈവം പുരാതന കാല ഭൂമിയെ പുനരുദ്ധരിച്ചെടുത്ത ആദിമ ഭൂമിയാക്കി തീർത്തിട്ട ആ ഭൂമിയെ ലൂസിഫറിനെ, സറാഫുകളെ, കെരൂബുകളെ, ദൂതന്മാരെ, മറ്റുള്ളവർക്കുന്ന ദർശ ജീവികളെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ എന്തിയാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവമായി ഇറങ്ങി വന്ന നിലത്തെ പൊടികൊണ്ട മനുഷ്യനെ സൃഷ്ടിപ്പാനിടയായി. ആ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുവാനിടയായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. എന്നിട്ട് ആ സർവശക്തനായ ദൈവം ആ മനുഷ്യനെ ഏദൻ പൂങ്കാവനത്തിൽ, ഏദൻ പറുദീസയിൽ കൊണ്ട് ആക്കി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിയാണ് നിത്യനായ പോലെ നിത്യമായി വാണുകൊള്ളുവീൻ, സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ എന്തിയാണ് തീരും. എന്നാൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ ആ നിമിഷം നിങ്ങൾ മരിക്കും. ദൈവവാദവിടങ്ങളിൽ ദൈവത്തിന്റെ ഭരണത്തിൽ ഹല്ലേലൂയ ഇതാ ദൂതസഞ്ചയങ്ങൾ മുഴുവനും ഹല്ലേലൂയ അവരെ തെറ്റിച്ചതായിരിക്കുന്ന ലൂസിഫർ അഥവാ ഇപ്പോൾ സാത്താനായി പ്രതിപക്ഷ നേതാവായി ഹല്ലേലൂയ ആകാശമണ്ഡലങ്ങൾ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഭരിപ്പാൻ ആഗ്രഹിക്കുന്ന ഈ സാത്താൻ അല്ലെങ്കിൽ ഈ ലൂസിഫർ അല്ലെങ്കിൽ വെട്ടേറ്റ് വീണതായിരിക്കുന്ന ശുക്രനായിരിക്കുന്ന ഈ സാത്താൻ എന്തിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയെ ഭരിപ്പാൻ, ദൈവത്തിന്റെ ജനത്തെ ഭരിപ്പാൻ അവൻ ദൈവത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സാത്താനാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാനിടയാകുന്നു. ദൈവം സായാഹ്നവേളയിൽ മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വരുമ്പോൾ, ആദാമിന്റെയും ഹവ്വായുടെയും മധ്യത്തിൽ ഇറങ്ങി വരുമ്പോൾ അവിടെ കാണുവാനിടയാകുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ മനുഷ്യൻ്റെ കാലൊച്ച കേൾക്കുന്നില്ല. ദൈവം വിളിച്ചു വരുത്തി. ദൈവം വിളിച്ച ആദാമിനെ ഹവ്വായെയും വിളിച്ചപ്പോൾ ആദാമും ഹവ്വായും തോട്ടത്തിൽ വരുവാനിടയായി. ആദാമിനോട് ചോദിച്ച, എന്തുപറ്റി ഞാൻ തിന്നരുതെന്ന് പറഞ്ഞായിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നോ? സ്തോത്രം. ആദാം പറഞ്ഞു, എനിക്ക് കൂട്ടായി തന്നായിരിക്കുന്ന ആ സ്ത്രീ പറിച്ചു, അത് എനിക്ക് തന്നു,
ഞാനും തിന്നു, ഇതേ നിന്ദയിലാക്കി. ദൈവം പ്രൈസലോ അവർക്കെന്ത് ചെയ്തു? പ്രൈസലോ അവരത്തിയില ഊട്ടിത്തുന്നി അരയാടെ ഉണ്ടാക്കി. നട്ടുച്ചവയിൽ നടന്നവർ സായാഹ്ന വേളയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഇലകളെല്ലാം ചുരുണ്ടു വരണ്ടു പോയപ്പോൾ സർവശക്തനായ ദൈവം എന്ത് ചെയ്യാണ്? തോട്ടത്തിൽ നിന്നൊരു കുഞ്ഞാടിനെ അറുത്ത അതിൻ്റെ തോലെടുത്ത ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനെയും ഹവ്വായെയും ധരിപ്പിക്കുവാനിടയായി. ദൈവ സാന്നിധ്യം വിട്ടുപോയപ്പോൾ ദൈവിക വസ്ത്രം നഷ്ടപ്പെടുത്തിയതായിരിക്കുന്ന ആദാമിനും ഹവ്വായും തോൾ കൊണ്ടൊരു വസ്ത്രം ദൈവം ധരിപ്പിക്കുവാനിടയായി എന്ന് വിശുദ്ധ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസനിൽ എന്താണ് കാരണം? എതിർ കക്ഷിയായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷമായിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവായിരിക്കുന്ന സാത്താൻ ഏദൻ പർദീസയിൽ ഇറങ്ങി കടന്നു വന്നിട്ട് ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനെയും ദൈവിക ഭരണത്തിലായിരുന്നായ അഥവാ നിഷ്കൺമിഷ യുഗത്തിൽ അല്ലെങ്കിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നതായ നിഷ്കൺമിഷ യുഗത്തിൽ ആക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആദാമിനെ ഹവ്വായെ തെറ്റിച്ച അല്ലെങ്കിൽ ഈ സാത്താൻ എന്ത് ചെയ്യാണ്? അവൻ ഭരണം തട്ടിയെടുക്കുവാനിടയായി. അവിടെ മുതലാണ് സാത്താനിക ഭരണം ആരംഭിക്കുന്നത്. ദൈവം ഇന്നും തൻ്റെ അഥവാ ആദാമിക സന്തതികളെ ദൈവം ഭരിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ തോട്ടം വിട്ടിറങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു സാത്താന, ദുഷ്ടന്റെ അധീനതയിലാണ് ഈ ലോകം ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വെളിപ്പാടിടയാകുന്നത്. കയീൻ ദുഷ്ടന്റെ മകനുമാണ്. സാത്താൻ ഹവ്വായെ തെറ്റിച്ചു. സ്തോത്രം. വാക്കുകൾ കൊണ്ട് ഇവിടെ മറിച്ചു. ദുഷ്ടനായിരിക്കുന്നതായ ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന ഹല്ലേലൂയ സാത്താന്റെ ഒരു തലമുറ എന്ന പോലെ ദുഷ്ടന്റെ മകനായി കയീൻ ജന്മമെടുക്കുവാനിടയായി. വീണ്ടും ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാതിരിക്കേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം ഇരുമ്പിക്കൊണ്ട് നിൽക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി അല്ല കെരൂബുകളെ കാവൽ നിർത്തിയിട്ട ഏദൻ പർദീസയിൽ നിന്നും ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെയും നയിക്കുന്നത് ആദാം ദൈവത്തിന്റെ മകനാണ്. കയീൻ ദുഷ്ടന്റെ മകനാ. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനിൽ നിന്നും ജനിച്ച ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, ഈ ലോകത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന, ഈ ലോകത്തിന്റെ പ്രതിപക്ഷമായി നിൽക്കുന്നതായിരിക്കുന്ന സാത്താനാകുന്ന ദുഷ്ടന്റെ തലമുറയായി കയീൻ ജനിപ്പാനിടയായെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമുക്ക് വായിപ്പാനിടയാകുന്നു. കയീൻ ദുഷ്ടന്റെ മകൻ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിപ്പാനിടയാകുന്നു. കയീൻ ആരുടെ മകൻ? ദുഷ്ടന്റെ മകൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭരണം നിഷ്കന്മിഷ യുഗത്തിൽ നിന്നും, പാപമില്ലാത്ത യുഗത്തിൽ നിന്നും, ദൈവത്തിന്റെ ഭരണത്തിൽ നിന്നും അകന്നു മാറിയായിരിക്കുന്നതായ ആദാമിക സന്തതികൾക്ക് ഇന്നുവരെയും സർവശക്തനായ ദൈവം ചില ായി ഇപ്പോൾ നമ്മൾ കൃപായുഗത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. നിഷ്കന്മഷ യുഗത്തിൽ നിന്നും പുറത്തിറങ്ങിയതായിരിക്കുന്ന, ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതായിരിക്കുന്ന ആ മനുഷ്യന് ആദാമിനും ഹവ്വായിക്കും അവിടെ തലമുറകൾക്കും സർവശക്തനായ ദൈവം നിഷ്കന്മഷ യുഗത്തിൽ നിന്നും ഒരു മനസ്സാക്ഷി യുഗമായിരിക്കുന്ന ഭരണം നൽകുവാനിടയായി. വീണ്ടും ദൈവം എന്തിയാണ്? മാനുഷിക ഭരണയുഗം നൽകുവാനിടയായി. വീണ്ടും സർവശക്തനായ ദൈവം വാഗ്ദത്ത യുഗം നൽകുവാനിടയായി. ഹല്ലേലൂയ. ആ വീണ്ടും സർവശക്തനായ ദൈവം ന്യായപ്രമാണ യുഗം നൽകുവാൻ ഇടയായി. ഇപ്പോൾ എന്തിയാ
എന്താണ്? കൃപായുഗമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആ യുഗങ്ങളിലൊക്കെ ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കുന്നവരെ ഭരിച്ചു പരിപാലിക്കേണ്ടതിന് വേണ്ടി ചിലരെ ദൈവം ആക്കി വെക്കുവാനിടയായി. ന്യായാധിപന്മാരെ ദൈവം തിരഞ്ഞെടുത്തു, പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുത്തു, പുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുത്തു, ഹല്ലേലൂയ രാജാക്കന്മാരെ ദൈവം തിരഞ്ഞെടുപ്പാനിടയായി. സ്തോത്രം. ഈ കൃപായുഗം നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം രാജകീയ ഭരണങ്ങൾ 1-2 രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മറ്റുള്ളിടത്തെല്ലാം ജനകീയ ഭരണമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയിൽ അങ്ങനെ ഇരിക്കവേ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് ആദാമിനും ഹവ്വായ്ക്കും സർവശക്തനായ ദൈവം വേറൊരു തലമുറയെ നൽകി. രണ്ടാമത് ഹാബേൽ. ഹല്ലേലൂയ. കായീനും ഹാബേലും തമ്മിലൊരു യാഗം ദൈവം മുൻപാകെ അർപ്പിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് വായിക്കുന്ന എങ്ങനെയാണ്? കായീന്റെ ഹല്ലേലൂയ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തു പറ്റി? ദുഷ്ടന്റെ സന്തതിയായി ജനിച്ചതായിരിക്കുന്ന കയീൻ, പ്രൈസ് ദി ലോർഡ്, അന്ന് മുതൽ എന്തിയാണ് ദൈവപ്രസാദം ഹല്ലേലൂയ കുഞ്ഞാടിനെ അറുത്ത യാഗം കഴിച്ചതായിരിക്കുന്നതായ ആ ഹാബേലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കായീൻ എന്തിയാണ്? അവനോട് പോരാടുവാൻ തുടങ്ങി. ദ്വന്ദ്വയുദ്ധം തുടങ്ങുവാനിടയായി. വയലിൽ കൊണ്ടുവച്ച ഹാബേലിനെ കൊല്ലുവാനിടയായി. സ്തോത്രം. സ്തോത്രം. സർവശക്തനായ ദൈവം കായീനോട് ചോദിച്ചു, കായീനെ, നിന്റെ സഹോദരൻ ഹാബേൽ എവിടെ? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അല്ല, അവൻ്റെ രക്തം എൻ്റെ മുൻപാകെ നിന്നു നിലവിളിക്കുന്നു. അപ്പനും അമ്മയും അറിയാതിരിക്കുമ്പോൾ, ആദാമും ഹവ്വയും അറിയാതിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം പറയാണ്, കയ്യില് അവൻ്റെ രക്തം എൻ്റെ മുൻപാകെ നിന്ന് നിലവിളിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെ നീ ചെയ്യുന്നതായിരിക്കുന്ന സകല പാപങ്ങളെ, സകല കാര്യങ്ങളെ അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിന്റെ പാപത്തെ നിർത്തിയിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങുക. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ. സ്തോത്രം. കായീൻ അവിടുന്ന് നോദ് ദേശത്തേക്ക് ഓടി. നോദ് ദേശത്ത് കടന്നു ചെന്ന അവൻ എന്തിയാണ്? ഒരു ഭാര്യയെ എടുത്തു. സ്തോത്രം. ഇതാ ദൈവിക ഭരണത്തിലായിരുന്നതായിരിക്കുന്ന ആദാമിക സന്തതികളിൽ പ്രൈസ് ദി ലോർഡ് 2 സ്തോത്രം ഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്നതായ തലമുറകൾ ജനിക്കുകയാണ്. കയീനോടി. കയീൻ ദുഷ്ടന്റെ മകനാ. ദുഷ്ടന്റെ മകനായിരിക്കുന്ന കയീൻ നോദ് ദേശത്ത് കടന്നു ചെന്നപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, ഇവിടേക്ക് ഞാൻ കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പുത്ര ഉൽപാദന ശേഷിയുള്ള ശക്തിയുള്ള ദൂതന്മാർ, ഹല്ലേലൂയ, അവരെന്തിയാണ്? ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യപുത്രന്മാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട പ്രൈസ് ദി ലോർഡ് ദൈവപുത്രന്മാർ അവരെ ഭാര്യ ഭർത്താക്കന്മാരാക്കി എടുപ്പാനിടയായി. സ്തോത്രം. ഇതാ ദുഷ്ടന്റെ മകനായിരിക്കുന്ന കയ്യിൽ നിന്നും ഇവിടെ എന്തിയാണ്? സാത്താനിക സന്തതികള് ജന്മമെടുക്കുവാൻ തുടങ്ങി. ആദാം ദൈവത്തിന്റെ മകനാണ്. ആദാം പറയാണ്, എൻ്റെ ദൈവ ഹാബേലിന് പകരം എനിക്കൊരു ശേത്തിനെ തന്നു. ശേത്തിന്റെ മകനായിരിക്കുന്ന ഏനോസിന്റെ കാലത്ത് ദൈവത്തെ ആരാധിച്ചതായിരിക്കുന്ന ഹാബേലിനെ പോലെ യാഗപീഠം പാടുന്ന ഹല്ലേലൂയ ഏനോസ് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ഭരണം 2ആയി വിഭജിക്കുകയാണ്. ഒന്നാ സാത്താനിക ഭരണം, ഹല്ലേലൂയ പ്രതിപക്ഷത്തിന് വേണ്ടി കൂടെ നിൽക്കേണ്ടതിന് വേണ്ടി
വേണ്ടി ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ സാത്താന്റെ ക്രമീകരണത്താൽ ഒരു പ്രതിപക്ഷ ഭരണം ഉണ്ടാകേണ്ടതിന് വേണ്ടി കായിന്റെ തലമുറകൾ അഥവാ ദൂട്ടന്റെ തലമുറകൾ എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ ഇതാ ഒരു വശത്ത് നിൽക്കുമ്പോൾ ആദാം പറയാണ്, ശക്തിന്റെ മകനായിരിക്കുന്ന ഏലോസിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലായിരിക്കുന്ന ആരാധന തുടങ്ങി ദൈവിക ഭരണത്തിന്റെ കീഴിലായിരിക്കുന്ന ദൈവജനം ഈ ഭൂമിയിൽ ഇന്നും അങ്ങനെ തന്നെയാ പോരുന്നത്. ഇതാ ദൈവം ഭരണം ഏറ്റെടുക്കുന്നത് വരെ ഇങ്ങനെ പോകും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഉള്ളവർ, ഹല്ലേലൂയ, നിഷ്കർമ്മയുഗത്തിന്റെ കീഴിലുള്ളവർ, മനസ്സാക്ഷി യുഗത്തിന്റെ കീഴിലുള്ളവർ, മാനുഷിക ഭരണയുഗത്തിന്റെ കീഴിലുള്ളവർ, ഹല്ലേലൂയ, വാഗ്ദത്ത യുഗത്തിന്റെ കീഴിലുള്ളവർ, ഈ കൃപായുഗത്തിന്റെ കീഴിലുള്ളവർ, പ്രൈസ് ദി ലോർഡ്, വീണ്ടും മതിയാണ് അവർ സഹസ്രാബ്ദ യുഗത്തിൽ 1000 ആണ്ട് ഹല്ലേലൂയ ദൈവ ഭരണത്തിന്റെ കീഴിൽ വരും. അവിടെ സാത്താനെ പിടിച്ച പൂട്ടി ഹല്ലേലൂയ അധമകൂപത്തിലാക്കുമെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ ദൈവിക ഭരണം എന്ത് ചെയ്യാൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഭരിക്കേണ്ടതിന് വേണ്ടി ദൂതന്മാരെ മനുഷ്യനെ സൃഷ്ടിച്ചവനായ അവിടെ മേൽ പരിപാലന ഭരണം നടത്തുന്നവനായ ദൈവത്തിൽ നിന്നും ഭരണം തട്ടിയെടുക്കേണ്ടതിന് വേണ്ടി ഇന്നും പോരാടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആ ഭരണം ഇങ്ങോട്ട് മുൻപോട്ട് കടന്നു വന്നപ്പോൾ സ്തോത്രം, അതാണ് നമ്മൾ വായിപ്പാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവിക ഭരണമുണ്ട്, പ്രൈസ് ദി ലോർഡ്. സാത്താനിക ഭരണമുണ്ട്. ദൈവിക ഭരണത്തിന്റെ കീഴിലുള്ളവരെ ഭരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് പൂർവകാല നിത്യത മുതൽ അഥവാ പുരാതന കാല നിത്യത മുതൽ സർവശക്തനായ ദൈവം തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായി ദൈവപുത്രനായി അവതരിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം വരെയാണ് ദൈവിക ഭരണം കാണുവാനിടയാകുന്നത്. അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം വരെ ദൈവിക ഭരണം നമുക്ക് കാണുവാനിടയാകുന്നു. വീണ്ടും മതിയാണ് കർത്താവിന്റെ ജനനം മുതൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ് സിയോൻ മാളിക മുറിയിൽ കടന്നു വരുന്നതുവരെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണമാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ കാണുവാനിടയാകുന്നത്. വീടുന്നാമതായിരിക്കുന്ന ഒരു ഭരണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നതായിരിക്കുന്നതായ ആ സമയം മുതൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നതുവരെ പരിശുദ്ധാത്മാവിന്റെ ഭരണത്തിന്റെ കീഴിലാണ്. സ്തോത്രം. പിതുപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇന്നും ദൈവത്തിനുള്ളവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മളോട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. പിതാവായ ദൈവം ഭരിച്ചത് കൊണ്ട്, പിതാവായ ദൈവം പഴയ നിയമ ഇസ്രായേലിനെ ഭരിച്ചത് കൊണ്ട്, പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്യാണ്? സ്തോത്രം. പുതിയ നിയമ ഇസ്രായേലിനെ ഭരിക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ പെന്തക്കോസ്ത് നാൾ വരെ ഭരിച്ചത് കൊണ്ട്, പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അതിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ കർത്താവിന് വചനത്തിൽ എഴുതി വെക്കായിരുന്നു, നിങ്ങളുടെ ഭരണകർത്താവ് സ്തോത്രം നിങ്ങളുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സ്തോത്രം പ്രധാനമന്ത്രിയാണ്, നിങ്ങളുടെ കേരളത്തിൻ്റെ ഹല്ലേലൂയ ഭരണം എന്ന സ്തോത്രം നമ്മുടെ മുഖ്യമന്ത്രി സാർ ഈ വചനത്തിൽ എഴുതിയിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആ ഭരണം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ മിസ്രൈമിലേക്ക് കടന്നു പോകുവാനിടയായി.
അടിമകളായി കടന്നു പോയപ്പോൾ അവരെന്തിയാണ് 12 യാക്കോബിൻ്റെ സന്തതികളായിരിക്കുന്ന 12 ഗോത്രപിതാക്കന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളുമാണ് കടന്നുപോയത്. ചില വർഷക്കാലം കഴിഞ്ഞപ്പോൾ അവർ പെറ്റുപെരുകി വലിയ ഒരു സംഖ്യയായി മാറി. അപ്പോൾ ഫറവോന് മനസ്സിലായി, ഇവരെന്ത് ചെയ്യാൻ അടിമകളാക്കി വെച്ചില്ല എങ്കിൽ ഇവർ നമ്മളെ ഭരിക്കും. അപ്പോൾ ഫറവോൻ രാജാവ്, ജാതികളുടെ രാജാവായിരിക്കുന്ന ഫറവോൻ രാജാവ്, സ്തോത്രം, അവരെന്ത് ചെയ്യാൻ അടിമകളാക്കി വെച്ചു. എന്നാൽ ദൈവം അവരെ അവിടുന്ന് വിടുവിച്ചു. പാലും തേനും വീഴുന്നായിരിക്കുന്ന കനാൻ ദേശത്തിലേക്ക് അവർ ലക്ഷ്യമാക്കി കടന്നു വന്നു. ഇസ്രായേലിന് 1946 65 പ്രൈസലോ ആ 1-ാം ലോക മഹായുദ്ധത്തിൽ അവിടെ രാജ്യം സ്ഥാപിതമാകുവാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്നുവരെ ലോകത്തിൻ്റെ മധ്യസ്ഥലമായിരിക്കുന്ന യെരൂശലേമിൽ പ്രൈസലോ ഹല്ലേലൂയ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ദൈവത്തെ സേവിച്ചും ദൈവത്തെ ആരാധിച്ചും ദൈവത്തിന്റെ സംജാനമായിരുന്ന ഇസ്രായേൽ മുൻപോട്ട് കടന്നു പോവുകയാണ്. എന്നാൽ ഇസ്രായേൽ പറയുവാനിടയായി, ജാതികൾക്ക് രാജാവുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണം. ദൈവമില്ലാത്തതായിരിക്കുന്ന പ്രൈസലോ ജാതികൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു. അത് ശൗൽ രാജാവായിരുന്നു. എന്നാൽ ദൈവം തന്നെ ഇസ്രായേലിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു രാജാവിനെ വാഴിപ്പാനിടയായി. സ്തോത്രം, അത് ദാവീദ് രാജാവായിരുന്നു എന്ന് കാണുവാനിടയാകും. എന്നാൽ മാനുഷിക ഭരണം അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മാനുഷിക ഭരണത്തിൽ ഹല്ലേലൂയ അവർ സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കുവാൻ തുടങ്ങി. സ്തോത്രം, സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കുവാൻ തുടങ്ങി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുക. അതാ സമയം വളരെ മുൻപോട്ട് കടന്നു പോയത് കൊണ്ട് ഒന്നാമത്തെ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യം, പ്രൈസലോ നെബൂഖദ്നേസർ ഭരിച്ചുകൊണ്ടായിരിക്കുന്ന സാമ്രാജ്യം, പ്രൈസലോ ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായിരിക്കുന്ന ബിംബം, അതിന്റെ തല തങ്കം കൊണ്ടുള്ളതാ, അതിന്റെ നെഞ്ചിക്കൈ വെള്ളി കൊണ്ടുള്ളതാ, അതിന്റെ വയറ് താമരം കൊണ്ടുള്ളതാ, അതിന്റെ തുട ഹല്ലേലൂയ ഇരുമ്പ് കൊണ്ടുള്ളതാ, അതിന്റെ കാൽപാതി ഇരുമ്പ് കൊണ്ട് കളിമണ്ണും കൊണ്ടുള്ളതാ, അതിന്റെ പാദം കളിമണ്ണിൽ തന്നെ നിൽക്കുന്നതാ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്നതായ യഹൂദയുടെ പ്രവാസിയായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്നതായ ദാനിയേൽ അതിന് എന്തിയാണ് വ്യാഖ്യാനിപ്പാനിടയായി. അല്ലയോ മഹാരാജാവ്, അതിന്റെ തല തങ്കം കൊണ്ടുള്ളതാ, അതാ അങ്ങ് തന്നെ എന്ന് പറയുവാനിടയായി. അതിന്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതാ. തന്നെ രാജ്യമായിരിക്കുന്നതായ ഈ ബാബിലോൺ സാമ്രാജ്യത്തെ തച്ചുടച്ച ഉന്മൂലനാശം ചെയ്തുകൊണ്ട് ഒരു രാജ്യം കടന്നു വരും. ഒരു മേദ്യരും പാർശ്യരും ഒന്നിച്ച ഭരിക്കുന്നതായിരിക്കുന്നതായ സാമ്രാജ്യം കടന്നു വരും. അതിന്റെ സജ്ജമായിട്ട വയർത്താമരം കൊണ്ടുള്ളതാ. സ്തോത്രം, അതിനേക്കാളും താന്നതായിരിക്കുന്ന രാജ്യം കടന്നു വരും. പ്രൈസലോ ഗ്രീക്ക് സാമ്രാജ്യം, മഹാനായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി. സ്തോത്രം, ഇന്ത്യൻ മഹാസമുദ്രത്ത് കടന്നു വന്ന മഹാസമുദ്രമേ, നീ ഒരു സാമ്രാജ്യമായിരുന്നുവെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് നിന്നെ ഞാൻ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞതായിരിക്കുന്നതായ സാമ്രാജ്യം വീണ്ടും എന്തിയാണ്? റോമലൻ സെർമിസ് എന്നീ രാജാക്കന്മാരായി ഭരിച്ചതായിരിക്കുന്ന സാമ്രാജ്യം തുട ഇരുമ്പ് കൊണ്ടുള്ളതാ. പ്രൈസലോ വീണ്ടും എന്തിയാണ്? ഹല്ലേലൂയ ഇരുമ്പ് കൊണ്ട് കളിമണ്ണ് കൊണ്ടുള്ളതായിരിക്കുന്നതായ സാമ്രാജ്യം, അത് ജനകീയ ഭരണം. പ്രൈസലോ ഹല്ലേലൂയ ലോകമെമ്പാടുമായിരുന്നു കൊണ്ടായിരിക്കുന്നതായ ഭരണം പ്രൈസലോ നിലവിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് 3:30 ആയപ്പോൾ നമ്മുടെ കേരളത്തിലും എന്തിയാണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്നതായ മുഖ്യമന്ത്രി ഹല്ലേലൂയ സത്യവാങ്കൊല്ലി പ്രൈസലോ നമ്മുടെ കേരളത്തിന്റെ ഭരണം 20 മന്ത്രിമാരുമായി ഏറ്റെടുപ്പാനിടയായി. ഇതെന്താണ്? ജനകീയ ഭരണം. അതിന്റെ സാക്ഷ്യമായിട്ട് കാണുവാൻ ഇടയാകുന്നത് ഹല്ലേലൂയ ഇതാ ബലമില്ലാത്തതായിരിക്കുന്ന ഒരു ഭരണത്തിന്റെ കീഴിൽ നിൽക്കുന്നതായിരിക്കുന്നതായ മണ്ണ് മാത്രമേ നമുക്ക് കാണുവാൻ ഇടയാകുന്നു. അതെന്തിയാണ്? ജാതീയ ശിലാസ്ഥാപന ഭരണം. ജാതീയ സംഘടനകൾ എന്തിയാണ്? ഭരണത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആ ഭരണമല്ലേ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഹല്ലേലൂയ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യം
രാഷ്ട്രം തുടങ്ങിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജാതീയ സംഘടന തുടങ്ങിയത് എന്തിയാണ്? ഹല്ലേലൂയ. ഒരു ഭരണത്തിൽ കടന്നു വരേണ്ടതിന് വേണ്ടി ഒരു രാഷ്ട്രീയമായി തിരുവാനിടയായി. ആ രാഷ്ട്രീയമാണ് ഇന്ന് ഹല്ലേലൂയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്നോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ പാർക്കുന്നതായിരിക്കുന്ന ഈ കേരളത്തിൽ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്നതായ ഭരണമായിരിക്കുന്ന ജനകീയ ഭരണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ബിംബത്തിന്റെ 10 വിരൽ എന്തിയാണ് നമുക്ക് കാണുവാനിടയാക? അല്ല, ഭിന്നതമായി നിൽക്കുന്നതായിരിക്കുന്ന 10 വിരൽ നമുക്ക് കാണുവാനിടയാകാം. എന്നാൽ 10 രാജാക്കന്മാരിൽ ബാലലിയ തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു ഭരണം, ഏകൈക ഭരണം കടന്നു വരുവാൻ പോകുന്നു. ആ ഭരണത്തെ കണ്ടുകൊണ്ട് അല്ലല്ലേ നെബൂഖദ്നേസർ രാജാവ് നോക്കി നിൽക്കുമ്പോ ദാവീദ് പറയാണ്, അല്ലയോ മഹാരാജാവേ, കൈതൊടാതെ കടന്നു വരുന്നതായിരിക്കുന്നതായ ഒരു വലിയ മഹാപറ അതെന്തിയാണ്? ആ ബിംബത്തിന്റെ ആ പാദത്തിൽ അടിച്ച കളിമണ്ണിനെ തകർത്തു, ഇരുമ്പിനെ തകർത്തു, താമ്രത്തെ തകർത്തു, ഹല്ലേലൂയ, വെള്ളിയെ തകർത്ത, സ്വർണത്തെ തങ്കത്തെ തകർത്ത ആ മഹാപർവ്വതമതിയാണ് ഒരു മഹാപർവ്വതമായി ആ പാറ തിരുവാനിടയായി. ഏതാണ് ഈ പാറ? യുഗങ്ങളുടെ പാറയായിരിക്കുന്ന ക്രിസ്തു ഭരണം ഏറ്റെടുക്കുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. സമയം വളരെ മുൻപോട്ട് കടന്നുപോയല്ലോ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഹല്ലേലൂയ കർത്താവ് ഭരണം ഏറ്റെടുക്കും. എപ്പോഴാകുന്നുവെന്നുള്ളായിരിക്കുന്ന ചിന്തകളും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എന്താണ് ഈ ഭരണം ഇങ്ങനെ മുൻപോട്ട് കടന്നു പോകുന്നത്? കർത്താവ് എന്താണ് ഭരണം ഏറ്റെടുക്കാത്തത്? ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് മനുഷ്യനാണ്. മനുഷ്യനിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് മനുഷ്യന്റെ ആത്മാവാണ്. ഹല്ലേലൂയ, വിലയേറിയതായിരിക്കുന്ന വിലയാണ്. എന്നാൽ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭ അല്ലെങ്കിൽ വിശുദ്ധന്മാര് ഈ ഭൂമിയിലുള്ളത്രയും കാലം സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഈ ഭൂമിയെ തകർക്കുകയില്ല. അധികം താമസിക്കാതെ തന്നെ കർത്താവിന്റെ ഗംഭീര നാദം മുഴങ്ങുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടാ. സ്വർഗത്തിൽ പുരാതന കാലം നിത്യതയിൽ ഹല്ലേലൂയ അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്ന നിലകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയായിരിക്കുന്ന മണവാട്ടി ഹല്ലേലൂയ തേജസ്സോടുകൂടെ പുരാതന കാലം നിത്യതയിൽ ദൈവത്തോടുകൂടെ ആയിരിക്കാം. എന്നാൽ ഹല്ലേലൂയ നിത്യയുടെ പ്രാരംഭത്തിൽ എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പോൾ എന്തിയാണ് ഈ ഭൂമിയിൽ 7 വർഷക്കാലം ആന്റി ക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിന്റെ ഏകൈക ഭരണം ആരംഭിപ്പാനിടയാകാം. ഏകൈക ഭരണത്തിന്റെ അവസാനമായിട്ട് സാത്താൻ എന്തിയാണ് അവന്റെ മേൽ സകലവിധമായിരിക്കുന്നതായ ശക്തി നടത്തിയതിന്റെ ശേഷമായിട്ട് 7ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോ സർവശക്തനായ ദൈവം ഹല്ലേലൂയ കർത്താവ് തന്റെ ആ വിശുദ്ധ സഭയുമായിട്ട് ഒലുമലേ ആ കാൽ കുത്തുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മഹത്വ പ്രത്യക്ഷതയിൽ അന്ന് ഒലിവുമല 2ആയി പിളർക്കുമ്പോൾ ഈ ആന്റിക്രിസ്തും സാത്താനിക ദൂതന്മാരും അവൻ്റെ പക്ഷത്ത് നിൽക്കുന്നതായിരിക്കുന്നതായ ദൈവമില്ലാത്തതായിരിക്കുന്ന ദൈവത്തോട് മത്സരിക്കുന്നതായിരിക്കുന്ന സാത്താൻ്റെ ഭരണ കീഴത്തിലായിരിക്കുന്നവരെ സ്തോത്രം, സ്വർഗത്തിൽ ഒരു ദൂതൻ ഇറങ്ങി ചങ്ങലയുമായിട്ട് കടന്നു വന്ന അവരെ ആന്റിക്രിസ്റ്റിന് അവനോട് കൂടെ നിൽക്കുന്നതായിരിക്കുന്ന സകല സാത്താനിക ഭരണത്തിന് കീഴിലായിരിക്കുന്നതായ സകല പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രൈസ് ദി ലോർഡ് സകല ആ സാത്താനിക ദൂതന്മാരെ ഹല്ലേലൂയ ദൈവമില്ലാത്തവരെ പിടിച്ചെന്തിയാണ് 1000 മാണ്ടത്തേക്ക് പ്രൈസ് ദി ലോർഡ് ചങ്ങലയിട്ട അധമ കൂപത്തിൽ ബന്ധിക്കും. കർത്താവ് സ്തോത്രം. 1000 ആണ്ട് തൻ്റെ വിശുദ്ധന്മാരുമായി കർത്താവ് ഭരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ആ ഭരണത്തിൻ്റെ ശേഷമായിട്ട് സാത്താനെ നിത്യ നരകത്തിലേക്ക് തള്ളി അവൻ്റെ കർത്താവിൻ്റെ വായിലെ ശ്വാസത്താൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. അവിടെ പുരാതന കാല ഭൂമിയിൽ
അസ്ഥിയും മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്ന ജനവർഗത്തെ പോലെ കർത്താവിൻ്റെ മണവാട്ടിയാവുന്ന സഭ, യഹൂദയിലെ വിശുദ്ധന്മാർ എന്ന് വേണ്ട. പ്രൈസലോ അനേകായിരം ആയിരം പതിനായിരം ലക്ഷം കോടാനുകോടി വിശുദ്ധന്മാരുമായിട്ട്, ദൂതന്മാരുമായിട്ട്, സറാഫുകളുമായിട്ട്, കെരൂബുകളുമായിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി ദൈവിക ഭരണം ആരംഭിക്കും. സ്തോത്രം. ആദ്യോടന്തമില്ലാത്തായ ഭരണം ആരംഭിപ്പാനിടയാകും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനാന്നുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 11-ാമത്തെ രാത്രികാലം, ഇന്ന് രാത്രികാലം ദൈവിക ഭരണത്തെക്കുറിച്ച് ചിന്തിപ്പാൻ, പഠിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. കേൾക്കുന്ന ജനത്തിനെല്ലാം വലിയ വിടുതലായി, അനുഗ്രഹമായി കർത്താവെ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അവരായിരിക്കാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തലോ